അറബിക്കടലിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ചുഴലിപ്പെട്ടാണ് മറിഞ്ഞത് എന്ന് പറയുന്നു. വലിയ ആശങ്ക ഇപ്പോൾ അതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നു. കപ്പലിൽ നിന്ന് കണ്ടെയ്നറൊക്കെ കടലിലേക്ക് വീഴുന്നു. എന്താണ് അതിനുള്ളിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമുക്ക് പരിചിതമല്ലാത്ത ഒരു സംഗതിയാണ് ഈ കപ്പൽ അപകടവും മറ്റും. എന്നാൽ അങ്ങനെ ഒരു സംഗതി കേരള തീരത്തുണ്ടായിരിക്കുന്നു. ഏതാണ്ട് 38 നോട്ടിക്കൽ, ഇപ്പോൾ കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ, കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് 70 കിലോമീറ്ററോളം ദൂരെ ആണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. MSC എൽസ 3 എന്ന ലൈബീരിയൻ രജിസ്ട്രേഷനുള്ള ഒരു ചരക്ക് കപ്പൽ, അതായത് ഒരു ഫീഡർ കപ്പലാണ്. അതായത് വലിയ മദർഷിപ്പുകളുണ്ടാകും, നൂറുകണക്കിന് കണ്ടെയ്നറുകളുമായി വരുന്ന മദർഷിപ്പുകളിൽ നിന്നും അതാത് തുറമുഖങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ എത്തിക്കാനുള്ള ചെറിയ കപ്പലാണ് ഈ MSC എൽസ 3. ഇത് കഴിഞ്ഞ 21-ാം തീയതി വിഴിഞ്ഞത്ത് വന്നിട്ട് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട കപ്പലായിരുന്നു. ഇന്നലെ കൊച്ചിയിൽ എത്തേണ്ട കപ്പലായിരുന്നു. പക്ഷേ വഴിമധ്യേ അപകടത്തിൽപ്പെട്ടു. വലിയ രീതിയിലുള്ള ഒരു പ്രതികൂല കാലാവസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. അത്തരത്തിലൊരു കാലാവസ്ഥ ഉണ്ടായപ്പോൾ ഈ കപ്പൽ ആടി ഉലയുകയും അതുമൂലം ഈ കണ്ടെയ്നറുകൾ ആ ഭാരത്തിലുണ്ടായ ക്രമീകരണത്തിലുണ്ടായ വ്യത്യാസം മൂലം കടലിലേക്ക് പതിച്ചു എന്നാണ് നിലവിലെ വിവരം കിട്ടിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊരു 8-9 കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഞായറാഴ്ച പുലർച്ചെ വീണ്ടും അത്തരത്തിൽ കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീഴുകയും ആ കപ്പലിൻ്റെ ആ ഒരു തുലനാവസ്ഥ കൂടുതൽ മോശമാവുകയും കപ്പൽ മുങ്ങിത്തുടങ്ങി എന്നാണ് ലഭിക്കുന്ന വിവരം. ആകെ 24 ജീവനക്കാരായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരൊഴികെ ബാക്കി എല്ലാവരെയും നേരത്തെ തന്നെ സുരക്ഷിതമായി കരയിൽ എത്തിച്ചിരുന്നു. ഈ 3 പേർ ഈ കപ്പൽ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് 3 പേർ ആ കപ്പലിൽ തുടരുന്നുണ്ടായിരുന്നു. എന്നാൽ അവരെയും ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിലെത്തി രക്ഷപ്പെടുത്തി. ആ കപ്പൽ ഉയർത്തിയെടുക്കാനുള്ള സാധ്യത ഇനി വളരെ വിരളമാണ്. സാൽവേജിങ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് മുങ്ങിത്തുടങ്ങുന്ന കപ്പലിനെ ഭാരക്രമീകരണം വരുത്തി അത് വലിയ കൂറ്റൻ ബലൂണുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതിൽ വെള്ളം അതായത് ഒരു ഭാഗത്ത് വെള്ളം നിറയുകയും മറ്റൊരു ഭാഗത്ത് ഉയർന്നു നിൽക്കുകയും ചെയ്യുകയാണല്ലോ. അപ്പോൾ മറ്റൊരു ഭാഗത്തും വെള്ളം നിറച്ച് അതിൻ്റെ തുലനാവസ്ഥ പഴയ അവസ്ഥയിലെത്തി പിന്നീട് വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന ഒരു സിസ്റ്റമുണ്ട്. അത്തരത്തിലുള്ള സാൽവേജിങ്ങിൻ്റെ ഒരു സാധ്യതയും ആരാഞ്ഞിരുന്നു. പക്ഷേ അത് വിഫലമാക്കിക്കൊണ്ട് ഇപ്പോൾ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ആശങ്ക അതിലുണ്ടായിരുന്ന മനുഷ്യരുടെ ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തി. പക്ഷേ ഏറ്റവും വലിയ ആശങ്ക അതിനുള്ളിലുള്ള ചരക്ക്. ഇപ്പോൾ ഏതാണ്ട് 10-12 കണ്ടെയ്നറുകൾ നമ്മുടെ കടലിൽ ഒഴുകുന്നുണ്ട് എന്നാണ് വിവരം. അത് ആലപ്പുഴ കൊച്ചി തീരത്ത് എവിടെയെങ്കിലും വന്ന് അടിയാനുള്ള സാധ്യതയുമുണ്ട്. ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്താണെന്നുള്ളത് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ബങ്കർ ഓയിൽ എന്ന് പറയും. അതായത് കപ്പലുകളിൽ തന്നെ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഡീസലിൻ്റെ ഒരു അപരിഷ്കൃത രൂപമാണ് ഈ ബങ്കർ ഓയിൽ. സൾഫർ കൂടുതലുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അത് നമ്മുടെ ഈ ഡീസലിനേക്കാൾ ഏതാണ്ട് 30% വില കുറവുള്ള ഒരു ഇന്ധനമാണ്. ഈ സൾഫർ ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണ്. മറ്റൊരു വാർത്ത വന്നത് സൾഫർ അടങ്ങിയിട്ടുള്ള ഏതോ ദ്രാവകമാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു, ഏതോ ഒരു അസംസ്കൃത വസ്തു ഇതാകാം. സൾഫർ അടങ്ങിയ അസംസ്കൃത വസ്തു ആകെ ഈ കണ്ടെയ്നറിൽ ഉള്ളത് എന്നാണ് നിഗമനം. എന്നാൽ ഇതെല്ലാം നമുക്ക് ഈ സൂചനകൾ മാത്രമാണ്. കൃത്യമായി അതിൻ്റെ അകത്ത് ആ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്താണെന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഏതാണ്ട് 24ഓളം ജീവനക്കാർ, അതിൽ ഒരാൾ റഷ്യക്കാരനാണ്. അയാളാണ് ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ. 20 ഫിലിപ്പീനികളുണ്ട്, 2 യുക്രൈൻകാരും 2 ജോർജിയക്കാരുമുണ്ട്. ഇവരെ കൃത്യമായി എത്തിച്ച് അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഈ കണ്ടെയ്നറിൽ ഉള്ളത് എന്താണെന്നുള്ളത് കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂ. സാധാരണ കപ്പലിൽ ചരക്ക് അയക്കുമ്പോൾ ചരക്ക് അയക്കുന്നയാളും ഇങ്ങേയറ്റത്ത് അത് സ്വീകരിക്കുന്നയാളും കൃത്യമായി അത് എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. എന്നിരുന്നാലും ഈ കപ്പൽ ജീവനക്കാരുടെ ഒരു മൊഴിയും കൂടി കിട്ടേണ്ടതുണ്ട് ഈ കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, വലിയൊരു തരത്തിലുള്ളൊരു ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. കാരണം അത്തരത്തിലാണ് പ്രചരണം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ അടുത്തേക്ക് പോകരുത്, തുടരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ തന്നെ അധികൃതരെ അറിയിക്കണം എന്ന തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ഭീതി, ആശങ്ക ഇത് സംബന്ധിച്ച് അധികൃതർ തന്നെ നാട്ടുകാർക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു സംശയമുണ്ട്, എന്താണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള രാസവസ്തുക്കളാണോ, ഏതെങ്കിലും ആണവ മാലിന്യമാണോ, ഏതെങ്കിലും കെമിക്കൽ വേസ്റ്റ് ആണോ എന്ന് തുടങ്ങിയ തരത്തിലുള്ള ആശങ്കകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആ പ്രചാരണത്തിൽ കുറേയൊക്കെ നമുക്കും എന്തൊക്കെയോ ഉണ്ട് എന്ന തരത്തിൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തര തരത്തിൽ
എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അധികൃതർക്ക് പോലും കൃത്യമായ വിവരമില്ല. അത് സംബന്ധിച്ചുള്ള കിംവദന്തികളും അല്ലാണ്ട് രീതിയിൽ പ്രചരിക്കുന്നു. ആളുകൾക്കിടയിൽ ആശങ്ക വർദ്ധിക്കുന്നതനുസരിച്ച് മുന്നറിയിപ്പുകളും കൊടുക്കുന്നു. അതിൻ്റെ അടുത്തേക്ക് പോകരുത്, അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു, അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദുരൂഹമായ എന്തോ ചരക്ക് ആ കപ്പലിലുണ്ട് എന്ന തരത്തിൽ നമുക്കും സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു ആശങ്കയുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ രാസമാലിന്യമോ ഇല്ലെങ്കിൽ ആണവ മാലിന്യമോ ഇല്ലെങ്കിൽ വ്യാവസായിക മാലിന്യമോ ഈ വേസ്റ്റ് തന്നെ ആവാം, അങ്ങനെയുള്ളതാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകും. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇന്ധനമാണ് എന്ന് പറയുന്നത്, ഇന്ധനമാണെങ്കിൽ കൂടുതൽ അപകടമല്ലേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന സംശയം. കാരണം മൺസൂൺ വിൻഡ് നിലനിൽക്കുന്ന സമയമാണ്. ഈ മൺസൂൺ വിൻഡിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള കാറ്റ് ഇങ്ങോട്ട് തീരത്തേക്ക് എത്തും. അതായത് അറേബ്യൻ സീയിൽ നിന്ന് കേരള കോസ്റ്റിലേക്ക് വലിയ രീതിയിലുള്ള കാറ്റെത്തും. ഈ കാറ്റെത്തുന്നതോടുകൂടി തന്നെ അതിവിടെ ഈ പറയുന്ന കടലിൽ നിന്ന് ഈ എണ്ണ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിൽ അത് തീരത്തേക്ക് വന്നടിയാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും ഈ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഈ കപ്പലിൽ തന്നെ ഉപയോഗിക്കുന്ന ഇന്ധനം ഉണ്ടാകുമല്ലോ. അതും വലിയ അളവിലായിരിക്കും ഉണ്ടാകുക. ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനമായിരിക്കും ഓരോ കപ്പലിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുക. ഇത് സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഈ കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും കപ്പൽ എത്തിച്ച് അങ്ങോട്ടേക്ക് പമ്പ് ചെയ്ത് മാറ്റുക എന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടാകണം ഇതിനോടകം തന്നെ. എന്നിരുന്നാലും ഒരു ചെറിയ അളവിലെങ്കിലും ഇത് കടലിൽ പരക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ കണ്ടെയ്നറുകളിലുള്ളതും ഇത്തരത്തിലുള്ള ഇന്ധനമാണ് എന്നുള്ളതാണ് പ്രചരണം വരുന്നത്. അതും വാസ്തവമാണെങ്കിൽ അതും ഗുരുതരമായ പ്രശ്നമാണ്. നിലവിൽ അത്തരത്തിൽ എന്തെങ്കിലും എണ്ണ കടലിൻ്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ പൈപ്പിംഗ് പോലുള്ള സംവിധാനം, അതായത് നമ്മുടെ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബൗണ്ടറി ലൈൻ തിരിക്കുമല്ലോ, ഒരു വെള്ളവര പോലെ, അതിനുള്ളിൽ നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. അപ്പോൾ എണ്ണപ്പാടയെ ഒരു വലയം സൃഷ്ടിച്ച് അതിനുള്ളിൽ നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. അതിനുശേഷം ഇത് മറ്റെന്തെങ്കിലും ഒരു യന്ത്ര സംവിധാനം ഉപയോഗിച്ചിട്ട് സക്ക് ചെയ്ത് മാറ്റുക. അതായത് ഈ നമ്മൾ ജ്യൂസൊക്കെ സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുമല്ലോ, അതേപോലെ സക്ക് ചെയ്ത് മാറ്റുകയാണ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതി. അരിച്ചെടുക്കുന്ന കപ്പലുകളുണ്ട്. ഉണ്ട്. അല്ലെങ്കിൽ ഇത് നശിപ്പിച്ച് തീർക്കുന്ന ബാക്ടീരിയകളെ നിക്ഷേപിക്കുന്ന സംഗതിയുണ്ട്. പക്ഷേ അതല്ല, ഇവിടെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ്. കാരണം കാലാവസ്ഥ ഒരു പ്രതികൂല ഘടകമാണ്. എന്തൊക്കെ നമ്മളൊരു പരിശ്രമിച്ചാലും പ്രതികൂല കാലാവസ്ഥയിൽ ഇതൊന്നും ഫലവത്താകണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ എണ്ണ തീരത്തേക്ക് വരികയും വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക നാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കടൽ ജീവികളും താഴെയുള്ള കടൽ സസ്യങ്ങളും വലിയ രീതിയിൽ നശിക്കാനുള്ള സാധ്യതയുണ്ട്. തീരപ്രദേശത്ത് മത്സ്യബന്ധന മേഖലയിലാണ് അത് വന്ന് അടിയുന്നതെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തെ പോലും ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇത് ഒരു ഗുരുതര പ്രശ്നമായി വ്യാപിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മത്സ്യം ഉപയോഗിക്കുന്നത് പോലും ഒരുപക്ഷെ പ്രശ്നമായിട്ട് വരും. കാരണം ഈ പറയുന്ന എണ്ണ ഭക്ഷിച്ച മത്സ്യം, സൾഫറൊക്കെ പറ്റിയ മത്സ്യമാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ആൾക്കാർക്കുണ്ടാവും അല്ലേ? അതെ, ഇത് ഈ ഫുക്കുഷിമ ആണവ നിലയത്തിലുണ്ടായ പ്രതിസന്ധി ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയും ഇതേപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആണവ വികിരണം ബാധിച്ച മത്സ്യങ്ങൾ ഒരു ഗുരുതര പ്രശ്നമാണ്. കാരണം ഇത് നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് നിയന്ത്രിച്ച് നിർത്തുന്ന സംഗതിയല്ലല്ലോ ഈ മത്സ്യങ്ങൾ. അത് എവിടെ വേണേലും അത് സഞ്ചരിച്ചു പോകാം. അപ്പോൾ അത്തരത്തിലൊരു ഗുരുതരമായ പ്രതിസന്ധി തൽക്കാലം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥിക്കാം നമുക്ക്. പക്ഷേ എത്രത്തോളം അത് സാധ്യമാണെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, എന്തോ ഗുരുതര പ്രതിസന്ധി ഉള്ള തരത്തിലുള്ള എന്തോ ഒരു സംഗതി ആ കണ്ടെയ്നറിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒന്നെങ്കിൽ അത് എണ്ണയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തു ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ വേസ്റ്റ് ആകാം. അത് നമ്മുടെ മനുഷ്യരുമായി സമ്പർക്കത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുമായി സമ്പർക്കത്തിൽ ഉണ്ടായാൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണമല്ലോ ഇത്തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നിട്ടുണ്ടാവുക. അത് ഈ പറയുന്ന കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ അതിനടുത്ത് പോകരുത്, അതിനെ സ്പർശിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഒരു തീരത്ത്, കേരളത്തിൻ്റെ ഒരു തീരമേഖലയിൽ ഒരു അലുമിനിയം ബോക്സ് കണ്ടെത്തിയിരുന്നു. അതിൽ ആയുധമാണോ എന്ന് സംശയമുണ്ട്. ആയുധം നിറയ്ക്കുന്ന ബോക്സാണ്. ഒരുപക്ഷെ ഈ പറയുന്ന ബുള്ളറ്റുകൾ കൊണ്ടുവന്ന ബോക്സ് ആ ബുള്ളറ്റുകൾ ഉപയോഗിച്ചതിന് ശേഷം കളഞ്ഞതാവാമെന്നും സംശയമുണ്ട്. അതായത് തുറന്ന് പരിശോധിച്ചിട്ടില്ല ഇതുവരെ, എന്താണെന്നറിയില്ല. പോലീസ് അതിന് വേണ്ടിയിട്ട് വിദഗ്ധരുടെ സഹായം തേടിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ഈ പറയുന്ന യുദ്ധോപകരണമോ അങ്ങനെ എന്തെങ്കിലും ആവാനുള്ള സാധ്യത, വെടിമരുന്നുകളോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളാവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ സംശയിക്കേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. കാര്യം വിഴിഞ്ഞം പോലൊരു തുറമുഖത്തേക്ക് അല്ലെങ്കിൽ കൊച്ചി പോലൊരു തുറമുഖത്തേക്ക് അത്തരത്തിലൊരു യന്ത്രസാമഗ്രി അല്ലെങ്കിൽ യുദ്ധോപകരണം കൊണ്ടുവരുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടതില്ല. പക്ഷേ നമുക്ക് സാധ്യത തള്ളാനാകില്ല. ഏതെങ്കിലും തരത്തിൽ രഹസ്യ സ്വഭാവത്തിൽ കടത്തിയതാകാനോ സാധ്യത തള്ളാനൊക്കില്ല. ഏതായാലും അധികൃതർ തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തേണ്ടത്.
2015 ഞാറയ്ക്കലിൽ ഇതേപോലെ ഒരു കപ്പൽ അപകടം ഉണ്ടായി. അന്ന് ഇരുമ്പ് കയറ്റി വന്ന കപ്പലാണ് വെള്ളത്തിൽ മുങ്ങിയത്. അത് ഇരുമ്പാണെന്നുള്ളത് വ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ചരക്ക് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. കണ്ടെയ്നറുകളിൽ എണ്ണ കൊണ്ടുപോകുമോ എന്നുള്ള ഒരു തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എണ്ണയാണെന്ന് അധികൃതർ പറയുന്നുണ്ട്. എന്നാൽ ഈ കണ്ടെയ്നറിൽ എണ്ണ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ വിരളമാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ദുരൂഹത വല്ലാണ്ട് വർദ്ധിക്കുന്നുണ്ട്.